सक्कूबाई തുടർച്ച അതായത് सक्कूबाई अपनी माँ और छोटे भाई के साथ बम्बई काम के लिए आती है और उधर का उसका जो जीवन है उसके बारे में है। देखो, शुरू में हम लोग बम्बई आए तो 4-5 अलग अलग घरों में काम करते थे। बहुत बड़े बड़े घर, क्या क्या नाटक देखे। അപ്പോൾ ഗ്രാമം വിട്ട് ഗ്രാമത്തിൽ അച്ഛനും അനിയത്തിയുണ്ട്, വാസന്തി അനിയത്തി. അപ്പോൾ അവരെയും വിട്ട് മുംബൈയിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതം മെച്ചപ്പെടും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് സക്കൂബായി अपनी माँ और छोटा भाई नितिन के साथ बम्बई आती है। तो उधर उन्हें किन किन कठिनाइयों का सामना करना पड़ रहे हैं उसके बारे में बता रहे हैं। शुरू में हम जब बम्बई आए तो 4-5 अलग अलग घरों में काम करते थे. അപ്പോൾ ആദ്യം ഞങ്ങൾ ബോംബെയിൽ വന്ന സമയത്ത് ഹമേം അലഗ് അലഗ് ഘറോ में काम करना पड़ता था. പല പല വീടുകളിലായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തത്. ഒരു വീട്ടിലായിട്ട് മാത്രമല്ല നിന്നത്, കുറേ വീടുകളിൽ പോയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ബഹുത് ബഡേ ബഡേ ഘർ, എല്ലാം വളരെ വലിയ വലിയ വീടുകളായിരുന്നു. ക്യാ ക്യാ നാടക് ദേഖേ, ഓരോ വീടുകളിലും എന്തൊക്കെ നാടകങ്ങൾ കണ്ടു എന്നാണ്. അതായത് ഗ്രാമീണ ജീവിതം ശീലിച്ച ഒരാൾക്ക് പെട്ടെന്ന് ടൗണിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് പൊരുത്തപ്പെടുക അത്ര എളുപ്പമല്ല. അവർ കണ്ടിട്ടില്ലാത്ത പലതുമായിരിക്കും അവരവിടെ കാണുക. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ് അവർക്കവിടെ കാണാൻ സാധിക്കുക. കാരണം ഗ്രാമീണ ജീവിതവും ഇതേപോലെ പട്ടണത്തിലെ ജീവിതവും എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഓരോ വീടുകളിലും ഞാൻ എന്തൊക്കെ നാടകങ്ങൾ കണ്ടു എന്നാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുക, ടൗണിലുള്ളവരാണ് കുറച്ചുകൂടി ഢോങ്കി ഹോത്തെ ഹെ, ചലാഖ് ഹോത്തെ ഹെ, കുറച്ചുകൂടി കണ്ണിങ്ങായ ആൾക്കാർ ഗ്രാമീണരെ അപേക്ഷിച്ച് പട്ടണത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ഗ്രാമീണരാണ്. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ബോംബെയിൽ കണ്ട ഓരോ വീടുകളിലും കണ്ട കാഴ്ചകളെ പെട്ടെന്ന് അങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അതാണ് പറയുന്നത്. ക്യാ ക്യാ നാടക് ദേഖേ, ഓരോ വീടുകളിലും എന്തെല്ലാം അഭിനയങ്ങൾ കണ്ടു എന്നാണ്. ഓരോ വീടുകളും എന്തൊക്കെ നാടകശാലകളാണെന്നാണ് പറയുന്നത്. एक तो घर था, क्या नाम था उनका, റൂങ്ടാ സാഹബ്. ഒരു വീട്ടിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ സക്കൂബായി പണ്ട് നിന്ന, കുട്ടിക്കാലത്ത് നിന്ന ഒരു വീട്ടിലെ വിശേഷം പറയാണ്. അപ്പോൾ അവിടെ ജോലിക്ക് നിന്നപ്പോൾ എന്തായിരുന്നു ഉൻകാ നാം, അതെ ഓർത്തെടുക്കാണ്. ക്യാ നാം ഥാ ഉൻകാ, റൂങ്ടാ സാഹബ്, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു റൂങ്ടാ സാഹബ്. ഘർ ഉൻകാ നഹി ഥാ, ആ വീട് അദ്ദേഹത്തിൻ്റെ ഒന്നും ആയിരുന്നില്ല. മത്ലബ് ഘർ ഉൻകാ ഹി ഥാ പർ വോ വഹാ രഹത്തെ നഹി ഥേ, എന്ന് വെച്ചാൽ വീട് അദ്ദേഹത്തിൻ്റെതാണെങ്കിലും അദ്ദേഹം അവിടെ താമസിക്കുമായിരുന്നില്ല. റൂങ്ടാ സാഹബ് ജോ ഹെ ഉസ്കാ ഘർ ഹെ ലേക്കിൻ वो वहाँ कभी रहते नहीं थे और कोई रहती थी. उन्होंने वो घर उस समय की मशहूर फिल्मों की नायिका हीरोइन സുരേഖ റാണിക്കോ ദേ രഖാ ഥാ. അപ്പോൾ ആ വീട് അദ്ദേഹം സ്വന്തം വീടാണ്, പക്ഷെ അവിടെ താമസിക്കുകയില്ല. പകരം ആ വീട് ആ സമയത്തെ അറിയപ്പെടുന്ന, മഷഹൂർ എന്ന് പറയുന്നത് പോപ്പുലറായ ഒരു ആക്ട്രസ് ഉണ്ട്, ഹീറോയിൻ ഉണ്ട്, സുരേഖ റാണി, അവർക്ക് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ആ റൂങ്ടാ സാഹബിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പോഴത്തെ ഒരു ഫിലിം ആക്ട്രസ്സാണ് സുരേഖ റാണി, ഹീറോയിനാണ്. സുരേഖ റാണി രഹി ഹോങ്കി कोई 40 साल की, അവർക്ക് ഏകദേശം ഒരു 40 വയസ്സുള്ള സ്ത്രീയായിരുന്നു ഈ സുരേഖ റാണി. സുരേഖ റാണി രഹി ഹോങ്കി कोई 40 साल की, तब उनको फिल्मों में काम नहीं मिलता था. അപ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു ലേഡിയായിരുന്നു ഈ സുരേഖ റാണി. പിന്നെന്താണ്, ആ സമയത്ത് ആയപ്പോഴേക്കും അവരുടെ സിനിമകളിലെ ചാൻസ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഫിൽമോ മേ കാം നഹി മിൽത്താ ഥാ, സിനിമകളിൽ എന്തോ അവർക്ക് ചാൻസ് ഒന്നും കിട്ടാതെ ആയി തുടങ്ങിയിരുന്നു. और रूंगटा साहब वो खेलते थे സട്ട എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റാണ്. അപ്പോൾ ഷെയർ മാർക്കറ്റ് ഡീലൊക്കെ ഉള്ള ആളായിരുന്നു ഈ റൂങ്ടാ സാഹബ്. रोज़ सट्टा बाज़ार से रूंगटा साहब शाम को 5:30 या 6 बजे घर आते और रात को देर से घर से चले जाते. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടുപേരുടെയും പ്രൊഫഷൻ ഇതൊക്കെയാണ്. സുരേഖ റാണി ആക്ട്രസ് ആണ്, പക്ഷേ നിലവിൽ സിനിമകളൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്, ഷെയർ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പണിയൊക്കെ കഴിഞ്ഞ് സട്ടാ ബസാർ ഷെയർ മാർക്കറ്റാണ് ഈ ബസാർ എന്ന് പറയുന്നത്, സട്ടാ ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റും അതിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഷാംകോ 5:30
പറഞ്ഞാൽ ഒരു 5:30 മണി അല്ലെങ്കിൽ ഒരു 6 ബജെ അല്ലെങ്കിൽ ഒരു 6 മണിക്ക് സുരേഖ റാണിയുള്ള ഈ വീട്ടിൽ വരും. ആ രാത് കോ ദേർ സേ ഘർ സേ ചലെ ജാത്തെ, എന്നിട്ട് രാത്രി വളരെ വൈകിയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകാറുണ്ടായിരുന്നത്. इधर रुंगटा साहब के आने का टाइम होता और इधर सुरेखा रानी गजरा बजरा सेंट वेंट लगा के इधर से एक बाल निकालती उधर से एक बाल निकालती. അപ്പോൾ വളരെ ഫണ്ണിയായ ക്യാരക്ടറാണ് നമ്മുടെ സക്കുബായി. അപ്പോൾ അവരതെല്ലാം അഭിനയിച്ചാണ് കാണിച്ചാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു റൂങ്ടാ സാഹബ് കെ ആനേക്കാ ടൈം ഹോനെ പർ, റൂങ്ടാ സാഹബ് വരുന്ന സമയമാകുമ്പോൾ, അതായത് വൈകുന്നേരം 5:30 മണിക്ക് വരുമല്ലോ, ആ സമയമാകുമ്പോൾ സുരേഖ റാണിക്ക് പിന്നെ ഒരു ഒരുക്കമുണ്ട്. ഗജറാ വജ്ര സെൻഡ് വെൻഡ്, ഗജറാ വജ്ര എന്ന് പറയുന്നത് ഉടുത്തൊരുങ്ങി നിൽക്കും എന്നാണ്. ഗജറാ വജ്ര ഉടുത്തൊരുങ്ങി നിൽക്കും. സെൻഡ് വെൻഡ് ലഗാത്തി ഹേ, സെൻഡ് ഒക്കെ അടിച്ച് പെർഫ്യൂം ഒക്കെ അടിച്ച് ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കും. എന്നിട്ട് അഭിനയിച്ച് കാണിക്കുകയാണ്. ഇധർ സേ ഏക്ക് ബാൽ നികാൽത്തി, മുടിയുടെ ഈ സൈഡിൽ നിന്ന് ഒരു മുടിയെടുത്ത് ഇങ്ങനെ ഇടും. ആർ ഉധർ സേ ഏക്ക് ബാൽ നികാൽത്തി, അവിടെ നിന്നൊരു മുടിയെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടും. അപ്പോൾ സുരേഖ റാണി ചെയ്യുന്ന, കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യുന്ന ആ മാനറിസം എല്ലാം സക്കുബായി സ്റ്റേജിൽ അഭിനയിച്ച് കാണിക്കുകയാണ്. അവിടെ നിന്നൊരു മുടിയെടുത്ത് ഇങ്ങനെ ഇടും, ഇവിടെ നിന്നൊരു മുടിയെടുത്ത് ഇങ്ങനെ ഇടും. എന്നിട്ട് അണിഞ്ഞൊരുങ്ങി സെൻറ്റൊക്കെ പൂശി നിൽക്കും. ആർ ബെംബിക്ക് നീച്ചെ സാടി പന്തിധി. അപ്പോൾ ഇവരെന്ന് പറയുന്നത് പൊതുവെ അവരെക്കുറിച്ച് പറയാറുള്ളത് ഇത്തിരി പരദൂഷണം താല്പര്യമുള്ളവരായിരിക്കും എന്ന് നമ്മളങ്ങനെയാണ് കണ്ടിട്ടും കേട്ടിട്ടുള്ളത് പലരും, അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക, അത് പോയിട്ട് മറ്റൊരാളുടെ അടുത്ത് പറയുക, അങ്ങനെ ഒരു ക്യാരക്ടർ. വാസ്തവത്തിൽ ഇവർ സാധുക്കളായ സ്ത്രീകളാണ്, പക്ഷേ അവർ കണ്ടിട്ടില്ലാത്ത പലതും കാണുമ്പോൾ അത് ആരോടെങ്കിലും പറയാനുള്ള ഒരു ത്വര, ഒരു എക്സൈറ്റ്മെൻറ്റ് അവരിൽ ഉണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ അത് അവരുടെ ശുദ്ധതയുമാകാം, അപ്പോൾ അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളായതുകൊണ്ടുമാകാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് അതിങ്ങനെ വിളിച്ചു പറയുന്നത് സക്കുബായി. എന്താണ് പറയുന്നത്? എന്നിട്ടുണ്ടല്ലോ ഈ സ്ത്രീ, അതായത് സുരേഖ റാണി ബെംബിക്കെ നീച്ചെ സാടി പന്തിതി, ബെംബിക്കെ നീച്ചെ, അതായത് പൊക്കിളിന് താഴെ, ബെംബി എന്ന് പറയുന്നതാണ്, പൊക്കിളിന് താഴെ വെച്ചിട്ടേ ഇവർ സാരി ഉടുക്കാറുള്ളൂ. ഹം ലോഗ് ഇസ്കോ ബെംബി ബോൾത്തെ ഹേ, ഞങ്ങൾ പൊക്കിളിനെ ബെംബി എന്നാണ് പറയുന്നത്. ആപ് ലോഗ് ക്യാ ബോൾത്തെ ഹേ മാലൂം നഹി, നിങ്ങളതിന് എന്ത് വേർഡാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല, ഞങ്ങളതിനെ ബെംബി എന്നാണ് പറയുന്നത്. ഇതൊക്കെ സക്കു ആരോടാ പറയുന്നത്? ഓഡിയൻസിനോടാണ്, വായിക്കുന്ന നമ്മളോട്, അല്ലെങ്കിൽ സ്റ്റേജിൽ ആ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടാണ് സക്കുബായി പറയുന്നത്. അപ്പോൾ അതെല്ലാം അഭിനയിച്ച് കാണിച്ചാണ് പറയുന്നത്, മുടി പിടിച്ചിങ്ങനെ ഇടുന്നതും ഒക്കെ. നമുക്കത് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം സരിത ജോഷി എന്ന കഥാപാത്രം അത് സ്റ്റേജിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ആ ഒരു ട്രെയിലറിൽ കണ്ടിരുന്നു. അപ്പോൾ അവർ അതെങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. आप लोग क्या बोलते हैं मालूम नहीं, और साड़ी का पल्लू यूं करके और जैसे ही रुंगटा साहब आते और സുരേഖ റാണിക്ക് നക്കിൽ കർത്തി ഹേ. സുരേഖ റാണിയെ നക്കിൽ കർണ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക. സുരേഖ റാണിയെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അഭിനയിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് സാരിയുടെ മുന്താണി, സാരി കാ പല്ലു എന്ന് പറയുന്നതാണ്, സാരിയുടെ തുമ്പ് പിടിച്ച് യൂം കർക്കേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. ആര് വരുമ്പോഴാണ്? റുങ്ടാ സാഹബ് വരുമ്പോൾ. അപ്പോൾ എങ്ങനെയോ പിടിച്ചുകൊണ്ട് നിൽക്കും എന്നൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. സാരി തുമ്പൊക്കെ ഇങ്ങനെയോ പിടിച്ച് നിൽക്കും. എന്നിട്ട് സുരേഖ റാണിയെ അഭിനയിച്ച് കാണിക്കുകയാണ്. അവരപ്പോൾ എന്താണ് അദ്ദേഹത്തെ കാണുമ്പോൾ പെരുമാറുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് സക്കുബായി സുരേഖ റാണിയായി മാറുകയാണ്. അപ്പോൾ ആ സുരേഖ റാണിയായിട്ട് അഭിനയിച്ച് കാണിക്കുകയാണ് അവരെന്ത് ചെയ്യുന്നു എന്ന്. റൂട്ട് കർ, പിണങ്ങിയ ഭാവത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ സക്കുബായി. സുരേഖ റാണിയുടെ മുഖഭാവമാണ്, അതായത് റുങ്ടാ സാഹബിനെ കാണുമ്പോൾ സുരേഖ റാണി എന്താണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരുന്നത്. റൂങ്ജി 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 ആജ് ഫിർ ആപ്നെ ആനെ മേ ദേർ കർ ദി റൂങ്ജി. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ഡൗട്ട് ചോദിച്ചാണ്, ആ റൂങ്ജി കഴിഞ്ഞിട്ട്, അതായത് BA യിലാണെന്ന് തോന്നുന്നു അല്ലേ, ആരോ സംശയം ചോദിച്ചിരുന്നു. ഐ തിങ്ക് പ്രിയങ്ക. ഓക്കെ, അപ്പോൾ റുങ്ജി എന്ന് കഴിഞ്ഞിട്ട് എന്താണ് ആ ചിഹ്നം എന്ന് എന്നോട് ചോദിച്ചു. ആ ചിഹ്നം ഇതാണ്, ദീർഘചിഹ്നമാണ്. അതായത് റുങ്ജി എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ദീർഘഭാവമാണെന്ന് കാണിക്കാനാണ് ആ റുങ്ജി കഴിഞ്ഞിട്ട് ആ 2 സിമ്പൽ, അങ്ങനെ S പോലെയുള്ള സിമ്പൽ, അത് ദീർഘചിഹ്നമാണ്. നമ്മൾ ആ ജിയെ അപ്പോൾ ഒന്ന് നീട്ടി വിളിക്കണം, റുങ്ജി എന്ന് നീട്ടാൻ വേണ്ടിയിട്ടാണ്. റുങ്ജി ആജ് ഫിർ ആപ്നെ ആനെ മേ ദേർ കർ ദി റുങ്ജി, ഇന്ന് താങ്കൾ വരാൻ താമസിച്ചു റുങ്ജി. ആർ റുങ്ടാ സാഹബ് ബോൾത്തെ. അപ്പോൾ റുങ്ടാ സാഹബ് അപ്പോൾ എന്ത് പറയുന്നറിയോ? എന്നിട്ട് ഇപ്പോൾ സക്കുബായി അഭിനയിച്ച് കാണിക്കാൻ പോകുന്നത് റുങ്ടാ സാഹബിനെയാണ്.
रुंगटा साहब की नकल करती है. रुंगटा സാഹബിനെ അഭിനയിച്ച് കാണിച്ചുകൊണ്ട് സക്കു പറയാണ് മനാത്തെ ഹുയെ. മനാന എന്ന് പറഞ്ഞാൽ അവരെ പിണക്കം മാറ്റിക്കൊണ്ട്, സുരേഖയുടെ പിണക്കം മാറ്റിക്കൊണ്ട് റുങ്ട പറയുന്നതായിട്ട് അഭിനയിച്ച് കാണിക്കുകയാണ് സക്കുബായി. ഹാ റാണി, ഹാ ജാനം, ആനിമേ ജറാ ദേർ ഹോ ഗയി ജാനം. ഓ മൈ ഡാർലിംഗ് എന്നാണ്. ഓ മൈ ജാനം, ഓ മൈ ഡാർലിംഗ്, ഇന്ന് വരാൻ കുറച്ച് ലേറ്റായി പോയി, സോറി ജാനം എന്ന് പറയുകയാണ് നമ്മുടെ റുങ്ട സാഹബ്. അതും ആരഭിനയിക്കുന്നു? സക്കു അഭിനയിച്ച് കാണിക്കുകയാണ്. और फिर सुरेखा रानी को गोद में बच्चे की तरह बिठाकर प्यार करते. എന്നിട്ട് നമ്മുടെ റുങ്ട സാഹബ് സുരേഖ റാണിയെ ഗോതുമേ മടിയിൽ ഒരു കുഞ്ഞിനെ ഇരുത്തി ലാളിക്കുന്ന പോലെ ഉസെ अपने ഗോതുമേയും ബിഠാക്കർ പ്യാർ करते हैं. റുങ്ട സാഹബ് സുരേഖ റാണിയെ മടിയിലിരുത്തി ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കും പോലെ കൊഞ്ചിക്കുന്നു. മേ ഓർ ആയി കിച്ചൻ മേസെ സബ് ദേഖ്തേ. ഞാനും എൻ്റെ അമ്മയും അടുക്കളയിൽ നിന്ന് ഇതെല്ലാം കാണും എന്നാണ് സക്കു പറയുന്നത്. ഞങ്ങളിത് അടുക്കളയിൽ നിന്ന് എല്ലാം കാണും. ആയിക്കോ ഏ സബ് അച്ഛാ നെഹി ലഗ്ത. അമ്മയ്ക്ക് ഇതൊന്നും കാണുന്നത് ഇഷ്ടമല്ല. ലേക്കിൻ മുझे तो बहुत अच्छा लगता. പക്ഷേ എനിക്കിതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് എന്നാണ് സക്കു പറയുന്നത്. അമ്മയ്ക്ക് ഇതൊന്നും കാണുന്നത് ഇഷ്ടമല്ല, പക്ഷേ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സക്കു വന്ന് കൊച്ചു കുട്ടിയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, കൗമാരകാലത്തിലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് അറിയാനുള്ള ഒരു ആങ്സൈറ്റി, എന്താ ഇത് സംഗതി എന്നൊക്കെ അറിയാനൊരു ആങ്സൈറ്റി കാണും. അത് തന്നെയാണ് സക്കുവിനും ഉള്ളത്. പക്ഷേ സക്കുവിൻ്റെ അമ്മ കുറച്ച് മെച്യൂർഡായ സ്ത്രീയാണ്. അവരിതൊക്കെ കണ്ട് മടുത്തതും കേട്ട് തഴുമ്പിച്ചതും ഒക്കെയാണ്. അവർക്കതൊന്നും ഒരു വിഷയമല്ല, അവർക്കത് കാണുന്നതും ഇഷ്ടമല്ല. പക്ഷെ സക്കുവിന് അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റൊമാൻസ് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. റുങ്ട സാഹബ് ഹോങ്കെ കൊയ് 60 സാൽ കെ. ഇപ്പോൾ റുങ്ട സാഹിബിൻ്റെ പ്രായം ഏകദേശം ഒരു 60 സാലാണ്. 60 എന്ന് പറഞ്ഞാൽ 60. 60 വയസ്സുള്ള മനുഷ്യനാണ് ഈ റുങ്ട സാഹബ്. സുരേഖ റാണിയുടെ പറഞ്ഞല്ലോ 40 സാലാണെന്ന്, 40 വയസ്സ്. ഉംഗ്ലിയോമേ ബഡി ബഡി സഫേദ് സോനയ്ക്ക് അങ്കൂഠി പെഹനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഉംഗ്ലിയോമേം വിരലുകളിൽ വലിയ വലിയ സഫേദ് സോനയ്ക്ക് അങ്കുടി, വലിയ വലിയ വെളുത്ത സ്റ്റോൺസ് ഒക്കെ ഉള്ള സ്വർണ്ണ മോതിരമൊക്കെ അണിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ വളരെ സമ്പന്നനാണെന്ന് കാണിച്ചു തരാണ്. ഗലേമേം സോനയ്ക്ക് ചെയിൻ ഹെ. കഴുത്തിലൊരു ഗോൾഡൻ ചെയിൻ ഉണ്ട് അദ്ദേഹത്തിന്. ഹാത്തുമേം സോനയ്ക്ക് ഘടി ഹെ. കയ്യിലാണെങ്കിൽ ഒരു സ്വർണ്ണ വാച്ച് ഉണ്ടാകും. സഫേദ് പാൻറ് ഹെ. വേഷം പറയുന്നു, വെളുത്ത പാൻറ്റും സഫേദ് ബുഷ് കോട്ടും. ബുഷ് കോട്ട് എന്ന് പറയുന്നത് ഫുൾ സ്ലീവുള്ള ഷർട്ടിനെയാണ് പറയുന്നത്. സഫേദ് ജൂത്ത, വെള്ള ചെരുപ്പ്. ഹാത്തുമേം സിഗരറ്റ് കാ ഡിബ്ബ. കയ്യിൽ സിഗരറ്റിൻ്റെ ഒരു ഡിബ്ബ, ഒരു ബോക്സും കാണും, സിഗരറ്റ് കാരിയറും കാണും. അരെ ക്യാ സിഗരറ്റ് പീത്തേ ഥേ. ആള് എന്തോരം സിഗരറ്റ് വലിയായിരുന്നു. സിഗരറ്റ് പീനേക്കാ അഭിനയ കർത്തി ഹേ. പറഞ്ഞുകൊണ്ട് സക്കുബായി അങ്ങോട്ട് സിഗരറ്റ് വലിക്കുന്നതായിട്ട് ആംഗ്യം കാണിക്കുകയാണ്. ഇങ്ങനെ വിരൽ വെച്ചിട്ട് ചുണ്ടിൽ വെച്ചിട്ട് ക്യാ സിഗരറ്റ് പീത്തേ ഥേ, എന്തോരം സിഗരറ്റ് വലിക്കായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് അഭിനയിച്ച് കാണിക്കുന്നു. ऐसे ഇങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്നത്. ഫിർ ऐसे यहाँ से धुआं निकालते. ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെയും ധുവാ നിക്കാൽന എന്ന് പറഞ്ഞാൽ എന്താണ്? പുക വിടുക എന്നാണ്. ഇധർ സെ ഖീഞ്ചത്തെ ഥേ ഓർ ഇധർ സെ ധുവാ നിക്കാൽത്തെ ഥേ. ചുണ്ടിൽ വെച്ച് വലിക്കും, മൂക്കിലൂടെ പുക വിടുന്നതിനായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഇതുവഴി വലിക്കും, അതുവഴി പുക പുറത്തുവിടും എന്നാണ് സക്കു അഭിനയിച്ച് കാണിക്കുന്നത്. ഇധർ സെ ഖീഞ്ചത്തെ ഓർ ഇധർ സെ ധുവാ നിക്കാൽത്തെ. അവർ പൂരാ മുഹ് പാൻ സെ ഭരാ ഹുവാ. വായിൽ എപ്പോഴും വന്നിട്ട് പാൻ ഉണ്ടാവും. അപ്പോൾ പാൻ ഉപയോഗിക്കുന്ന ആളുമാണ്. അപ്പോൾ വായിൽ എപ്പോഴും പാൻ ഉണ്ടാകും. ന ജാനെ കോൺസാ ഇത്തർ ലഗാത്തെ. ഇത്തർ എന്ന് പറയുന്നത് അത്തറാണ്, സെൻറ്റ്. ഓ എന്ത് പെർഫ്യൂമാണ് പൂശുന്നതെന്ന് അറിയത്തില്ല. ഘർമേം ഘുസ്തേ ഹി ഉസ്കി സുഗന്ധ ഉടുത്തി. പുള്ളി വീട്ടിൽ വന്ന അപ്പോഴേ ഇതിൻ്റെ ഗന്ധമാണ്, അത്തറിൻ്റെ ഗന്ധമാണ്. അപ്പോൾ എന്ത് അത്തറാണ് പൂശുന്നതെന്ന് അറിയത്തില്ല. ആർ ജാനേക്കെ ബാധബി രത്തി. ആൾ പോയാൽ പോലും അയാൾ പൂശിയിരിക്കുന്ന ആ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവിടെ ഉണ്ടാകും. ജാനേക്കെ ബാധബി രത്തി, പോയാലും ആ സുഗന്ധം ഉണ്ടാകും. और സുരേഖ റാണി ക്യാ സേവ കർത്തി തി ഉൻകി. എന്നിട്ട് നമ്മുടെ സുരേഖ റാണിയോ, പുള്ളി വന്ന എന്തോരം സെർവ് ചെയ്യും എന്നറിയുമോ, അല്ലെ എന്തോരം പുള്ളിയെ സേവാ കർത്തി തി. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എത്ര കെയർ ചെയ്താണ് നോക്കിയിരുന്നതെന്നറിയാമോ. സോഫയമേം ബിഠാക്കർ ഉൻകെ ജൂത്തേ മോജെ ഖുദ് ഖോൽത്തി. വന്നപാടെ പിടിച്ച് സോഫയിലിരുത്തും. ഇരുത്തിയിട്ട് ജൂത്തേ മോജെ, ചെരുപ്പും സോക്സും ഒക്കെ സുരേഖ തന്നെ അഴിച്ചു വെക്കും. സോഫയെ में बिठाकर उनके ജൂത്തെ മോജെ ഖുദ് ഖോൽത്തി. സോഫയിലിരുത്തി ആ ചെരുപ്പും അതുപോലെ തന്നെ എന്താണ് മോജ എന്ന് പറയുന്ന സോക്സാണ്.
അപ്പോൾ സോക്സും തന്നെ അഴിച്ചു വെക്കും. ഉൻകെ ഹാത്ത് പാവ് പോഞ്ചത്തി, കയ്യും കാലും ഒക്കെ ഇങ്ങനെ തുടയ്ക്കും, പോഞ്ചിന തുടയ്ക്കുകയാണ്. ഗരം പാനി കാ തോലിയ ഉൻകെ സിർ പർ രഖി, എന്നിട്ട് നല്ല ചൂട് ഗരം പാനി ചൂടുവെള്ളം നനച്ച തൗലിയ ടവലോ തോർത്തോ ഒക്കെയാണ് തൗലിയ, സിർ പർ രഖി തലയിൽ വെച്ച് കൊടുക്കും. അതായത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട്, ക്ഷീണിച്ച് വന്നേക്കല്ലേ, അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടി ചൂട് പിടിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. और रुंगटा साहब जैसे ही वो तौलिया मुँह पर से हटाते तो मुँह के साथ साथ उसका टकलाफी लाल लाल हो जाता. അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ റുങ്ടാ സാഹബിൻ്റെ കാര്യം പറയാണ്. ആ മുഖത്തുനിന്ന് ആ ടവല് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമല്ല, ഉസ്കെ ടക്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക നോട്ടം, ദൃഷ്ടി അല്ലെങ്കിൽ കണ്ണുകൾ പോലും ലാൽ ഹോ ജാത്ത, ചോക്കും. അപ്പോൾ ചൂട് പിടിക്കുമ്പോൾ അവിടെയൊക്കെ ചുവക്കുമല്ലോ. അപ്പോൾ ആ ചൂട് പിടിക്കുന്ന ആ നെറ്റി ഭാഗം മാത്രമല്ല ചോക്ക, പുള്ളിയുടെ കണ്ണും ആ സമയത്ത് നന്നായിട്ട് ലാൽ ഹോ ജാത്ത, നല്ല ചുമക്കും. ഏതേക്കർ ഹം ലോഗ് ഖൂബ് ഹസ്തേ ഥേ, അത് കണ്ടിട്ട് ഞങ്ങൾ മാറി നിന്ന് പതുങ്ങി ചിരിക്കും. ഹം ലോഗ് ഖൂബ് ഹസ്തേ ഥേ, ഇത് കണ്ട് ഞങ്ങൾ മാറി നിന്ന് ഖൂബ് ഹസ്തേ ഥേ, ഭയങ്കരമായിട്ട് ചിരിക്കും. ഫിർ ദോനോം വോ പാനി പീത്തേ, എന്നിട്ട് അവർ രണ്ടും കൂടി ഇരുന്ന് ആ വെള്ളം കുടിക്കും. ഓ പാനി ഹന, ആ വെള്ളം കുടിക്കും. ഏത് വെള്ളമാണ്? വിസ്കി, ഇംഗ്രേസി എന്നാണ് സക്കു പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാമീണയായ സ്ത്രീ ഇംഗ്രേസി എന്നൊക്കെയാണ്, എന്താണ് ഇംഗ്ലീഷുകാരുടെ എന്ന് വെച്ചാൽ ഫോറിൻ എന്നാണ് സക്കു പറയുന്നത്. ഫോറിൻ വിസ്കിയാണ് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് കുടിക്കുന്നത്. മച്ചി ഫ്രൈ, മച്ചി എന്ന് പറയുന്നത് മച്ചിലിയാണ്, മച്ചിലി. അപ്പോൾ ഇതൊക്കെ ലോക്കൽ ലാംഗ്വേജാണ്, സക്കുബായി ഉപയോഗിക്കുന്ന ഭാഷ. അപ്പോൾ ഏകാംഗിയുടെ ഒരു പ്രത്യേകതയാണ് സങ്കലൻ ത്രയ് എന്ന് പറയുന്നത്. അതായത് ദേശ് കാൽ സമയ, ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു സമന്വയം ഉണ്ടാകണം, അത് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണെന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഓരോ കഥാപാത്രങ്ങളും അവരുടെ സ്റ്റാൻഡേർഡ്, ഒരു എന്ത് നിലവാരത്തിലുള്ളവരാണോ, ഒരു എഡ്യൂക്കേഷൻ ആയാലും ജീവിത സാഹചര്യമായാലും അതനുസരിച്ചുള്ള സംസാരമായിരിക്കണം ഏകാംഗിയിൽ വേണ്ടത്. അപ്പോൾ സക്കുബായിയെ പോലെ ഒരു ഇല്ലിറ്ററേറ്റ് ആയ സ്ത്രീ ഇങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ഇംഗ്രേസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇംഗ്രേസി മച്ചി ഫ്രൈ എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ആണ്, ഫിഷ് ഫ്രൈ. മച്ചി ഫ്രൈ മേരി ആയി കർത്തി തീ, മച്ചിക്കോ ഫ്രൈ മേരി ആയി കർത്തി തീ, എൻ്റെ അമ്മയാണ് മച്ചിലി ഫ്രൈ ചെയ്തിരുന്നത്. और जैसे ही 2-3 पेग रुंगटा साहब के पेट में जाते, ഒരു 2-3 പെഗ് വിസ്കി റുങ്ടാ സാഹബിൻ്റെ വയറ്റിൽ പോയാൽ പിന്നെ റുങ്ടാ സാഹബ് പിന്നെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. പിന്നെ സക്കുബായി റുങ്ടാ സാഹബായി മാറുകയാണ്. അഭിനയം നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ സക്കുബായി പിന്നെ റുങ്ടാ സാഹബ് മദ്യപിച്ചിട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ അഭിനയിച്ച് കാണിക്കുകയാണ്. ഭൈ സുരേഖ റാണി കുച്ച് സുനാओ यार, कुछ सुनाओ സുരേഖ, एकदम रेडी. और സുരേഖയോട് പറയുന്നത് കുച്ച് സുനാവോ എന്നാണ്, എന്തെങ്കിലും നീ ഒരു പാട്ട് പാട് എന്നാണ് കുറച്ച് മദ്യമകത്ത് ചെല്ലുമ്പോൾ പിന്നെ റുങ്ടാ സാഹബിൻ്റെ ആവശ്യം. और സുരേഖ റാണി ക്യാ നാച്തി ഥി, എന്നിട്ട് സക്കു പറയുന്നു സുരേഖ റാണി ഭയങ്കര ഡാൻസറാണ് കേട്ടോ, നന്നായി ഡാൻസ് ചെയ്യും. എന്നിട്ട് സുരേഖ റാണി അഭിനയിച്ച് കാണിക്കുകയാണ് സക്കുബായി. साड़ी का पल्लू कमर में घोंसकर सुरेखा रानी का अभिनय करते हुए नाचते हुए गाती है. പിന്നെ സക്കുബായി സുരേഖ റാണിയായി മാറിയിട്ട് അവർ കളിക്കുന്ന പോലെ ഡാൻസ് ചെയ്യാണ്. സാരിക്ക പല്ലു, സക്കുബായിയുടെ സാരിയുടെ പല്ലു എടുത്ത് കമർമേ ഘോസുക്കർ, കമർമേ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിപ്പാണ്, ഹിപ്പിൽ ചുറ്റി ഘോസുക്കർ ചുറ്റി വെച്ച് ഡാൻസിന് തയ്യാറെടുക്കുമല്ലോ, അതാണ്. അപ്പോൾ മുന്താണിയൊക്കെ പിടിച്ചിങ്ങനെ ഇളിയിൽ കുത്തി എന്നിട്ട് അഭിനയിച്ച് കാണിച്ച് ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങുകയാണ് നമ്മുടെ സക്കുബായി. സുരേഖ റാണി പണ്ട് കളിച്ചിരുന്ന പോലെ കളിക്കുന്നു, പാട്ട് പാടുന്നു. എന്നിട്ട് ഖഖാക്കർ ഗലാ സാഫ്കർ, ഖഖാക്കർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുമച്ച് പാട്ട് പാടുന്നതിന് മുമ്പ് സൗണ്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കില്ലേ, അതിനാണ് പറയുന്നത്. ഖഖാക്കർ ഗലാ സാഫ് കർത്തെ ഹേ, തൊണ്ട റെഡിയാക്കി എടുക്കുന്നു, ഗലാ സാഫ് കർണ അതാണ്. അപ്പോൾ തൊണ്ട ഇങ്ങനെ റെഡിയാക്കി എടുക്കാണ് ഖഖാക്കർ, ഒന്ന് ചുമച്ച് തൊണ്ടയൊക്കെ റെഡിയാക്കി എടുക്കുന്നു. എന്നിട്ട് സക്കുബായി സുരേഖ പണ്ട് പാടുന്ന പാട്ട് പാടുകയാണ്, മറാഠിയാണ് കേട്ടോ. ബുഗടി മാച്ചി ഹരാവലി ഗാ ജാതാ സാ സതാരാ ലഗ്വായി, ചുഗ്ലി മാച്ചി കരു നക മാതാരാല. അപ്പോൾ ഒരു പ്രണയ ഗീതം
ആ സമയത്ത് മറാഠിയിലുള്ള നല്ലൊരു പാട്ട് ആര് പാടുകയാണ്? സുരേഖ റാണി പാടിയത് സക്കുബായി പാടി കേൾപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ആരോടും പറയരുതെന്നാണ്. കാതിലെ കേട്ടതും ഒന്നും ആരോടും പറയരുത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യം കിസി ഓർസെ ജാക്കർ മത് കഹന, അതിനെക്കുറിച്ച് കുറ്റം പറയരുത്, അങ്ങനെ പ്രിയമുള്ളവളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ് അവർ പാടുന്നത്. അപ്പോൾ ഏ റൂങ്ഡാ और रूंगटा साहब जैसे वो हूतू तू खेलते हैं ना, वैसे ही उनका पैर खींचकर अपनी गोद में बिठा लेते और फिर कहते, सुरेखा रानी तुम्हारी इस प्यार भरी सेवा के लिए ही तो मैं यहाँ आता हूँ. ठीक ही तो है, बीवी कहाँ से करेगी ऐसी प्यार भरी सेवा? 25-30 साल साथ रहकर बच्चे पैदा करके दादी नानी बनके घर बार देखती होगी. वो दुनियादारी के हिसाब से चलेगी या रुंग जी कह के डांस करेगी. അപ്പോൾ ഏ റൂങ്ടാ എന്നൊക്കെ വിളിച്ചിട്ട് കൂടെ നിന്ന് സുരേഖ റാണി നൃത്തം ചെയ്യുന്നു. റൂങ്ടാ എന്ന് വിളിച്ചുകൊണ്ട്. ഓർ ഹൂ തൂ പരസ്പരമുള്ള ഒരു ഡ്യുവറ്റ് പാട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചേർത്ത് പിടിക്കലും ഒക്കെയാണ് പിന്നെ അവിടെ കാണുന്നതെന്നാണ് സക്കു പറയുന്നത്. വൈസേ ഹി ഉൻകാ പേർ ഖീഞ്ചിക്കർ അപ്നി ഗോദമേ ബിട്ടാ ലേത്തേ ഥേ. അവളുടെ കാല് നൃത്തം ചെയ്യും, രണ്ടുപേരും കൂടി പിന്നെ ഒരുമിച്ചാണ് ഡാൻസ്. സുരേഖ കളിച്ചു തുടങ്ങും, പിന്നെ രണ്ടുപേരുടെ ഡാൻസ് ആവും. എന്നിട്ട് സുരേഖയുടെ കാല് വലിച്ച് അപ്നി ഗോദമേ എൻ്റെ മടിയിലോട്ട് വച്ചിട്ട് ഇദ്ദേഹം പറയും, ഫിർ കഹത്തെ പറയും, സുരേഖ റാണി തുമാരി ഇസ് പ്യാർ ഭരി സേവാക്കെ ലിയേ ഹി തോ മേ യഹാ ആതാ ഹൂം. നിന്റെ സ്നേഹം നിറഞ്ഞ ഈ സേവ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇവിടെ വരുന്നത് എന്ന് വളരെ സ്നേഹത്തോടെ റൂങ്ട സുരേഖ റാണിയോട് പറയും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ മാരീഡായ ആൾക്കാർ, പരസ്പരം മാരീഡ് അല്ല അവർ, വിവാഹിതരായവരോ അല്ലെ ഭാര്യ ഭർത്താക്കന്മാരോ അല്ല. അപ്പോൾ നിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനിവിടെ വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഠീക് ഹി തോ ഹേ ബീവി കഹാ സേ കരേഗി ഏസി പ്യാർ ഭരി സേവ. അപ്പോൾ സക്കുബായി സ്വന്തം അഭിപ്രായം പറയാണ്. അയാൾ പറഞ്ഞതും ശരിയാണ്. ഏതെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവ് ഇങ്ങനെ വരുമ്പോൾ ഇമാതിരി നിന്ന് സേവ ചെയ്യാൻ പറ്റുമോ? പുള്ളിയെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? വരുന്നത് കാത്തു നിന്ന് വിസ്കി ഒഴിച്ച് പാട്ട് പാടി ഡാൻസ് കളിച്ച് ഏതെങ്കിലും ഭാര്യ അങ്ങനെ ചെയ്യുമോ എന്ന് സക്കുബായി ചോദിക്കുന്നു. ഒരു യഥാർത്ഥ ഭാര്യയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് സക്കു പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് നോക്കൂ, അതിനെയാണ് പറയുന്നത്. 25-30 സാൽ സാത്ത് റഹ്കർ, ഒരു 25-30 വർഷമൊക്കെ ഭാര്യ ഒരുമിച്ച് കഴിഞ്ഞ് ബച്ചേ പൈദാ കരേങ്ങെ, കുട്ടികളെ ജനിപ്പിക്കും. ദാദി നാനി ബൻകെ ഘർബാർ ദേഖ്തി ഹോഗി. ഈ റൂങ്ടാ സാഹബിൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ സക്കുബായി പറയാണ്. ഒരു 25-30 വർഷമൊക്കെ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് അവർ കുട്ടികളെ ജനിപ്പിച്ചിട്ടുണ്ടാകും. ആ കുട്ടികളുടെ വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ അവർക്കും കുട്ടികളുണ്ടാകും. കാരണം ഇയാൾക്ക് ഏകദേശം 60 വയസ്സുണ്ടല്ലോ. അപ്പോൾ അവർക്കും കുട്ടികളായിട്ടിപ്പോൾ ദാദിയും നാനിയും ഒക്കെ ആയിട്ട് ഘർ ബാർ ദേഖ്തി ഹോഗി, വീടും കുടുംബവും നോക്കി ഇരിക്കുകയായിരിക്കും ആ പാവം പിടിച്ച സ്ത്രീ. റൂങ്ടാ സാഹബിൻ്റെ ഭാര്യ ഇപ്പോൾ വീടും കുടുംബവും ഒക്കെ നോക്കിയിരിക്കുകയായിരിക്കും. वो दुनियादारी के हिसाब से चलेगी या रुंग जी कह के डांस करेगी. ആ സ്ത്രീ ദുനിയാദാരി എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയിൽ, നമ്മുടെ സമൂഹം കൽപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിട്ടയിൽ ജീവിക്കുമോ, അതോ ഇതേപോലെ റൂങ് ജി എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ പിന്നാലെ പാട്ടും ഡാൻസുമായിട്ട് നടക്കുമോ? അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർക്ക് കുട്ടികളെ ജനിപ്പിക്കണമായിരുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കണമായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ വന്നു അവരുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാതെ ഈ സുരേഖ റാണി ചെയ്യുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് റൂങ് ജി എന്ന് പറഞ്ഞ് പാട്ടുപാടി നടക്കാനൊന്നും ആ സ്ത്രീക്ക് സമയമുണ്ടാവില്ല. അപ്പോൾ ഇവിടെ സക്കു പറയുന്നത് എന്താണ്? ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്നാണ്. ഇദ്ദേഹം എന്താ പറഞ്ഞത്? തുമാരി ഇസ് പ്യാർ ഭരി സേവാ കെ ലിയേ ഹി തോ മേ ഹാത്താ ഹൂം. അദ്ദേഹത്തിന് അവിടെ വീട്ടിൽ മിസ്സിങ് ചിലപ്പോൾ അതാണ്. ആ ഭാര്യയ്ക്ക് അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഇവിടെ വരുമ്പോൾ വിസ്കി ഒഴിച്ചു കൊടുക്കുക, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, ഒപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പക്ഷേ ഭാര്യ തയ്യാറായി എന്ന് വരില്ല. കാരണം അവർക്ക് ദുനിയാദാരി ദേഖ്നി ഹേ, അവർക്ക് വീട്ടിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നോക്കണം. ഇതുപോലെ ഡാൻസും പാട്ടുമായിട്ട് നടക്കാനൊന്നും അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല എന്നാണ് സക്കു പറയുന്നത്.
मैं थी कोई 15 या 16 साल की. ആ സമയത്ത് എൻ്റെ പ്രായം എന്ന് പറയുന്നത് ഒരു 15 या 16 है. 15-16 വയസ്സാണ്. मैं भी आई के साथ घरों में जाकर काम करती थी. ഞാനും എൻ്റെ അമ്മയ്ക്കൊപ്പം പല പല വീടുകളിൽ നടന്ന് ജോലികൾ ചെയ്യുമായിരുന്നു. അപ്പോൾ കൊച്ചു കുട്ടിയാണ് വാസ്തവത്തിൽ സക്കൂബായിയും. എന്നിട്ടും പല പല വീടുകളിലും അമ്മയ്ക്കൊപ്പം നടന്ന് ജോലി ചെയ്യും. नितिन को बड़े मामा ने अंग्रेजी स्कूल में डाल दिया था. नितिने बड़े मामा മൂത്ത മാമൻ अंग्रेजी स्कूल में എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. അപ്പോൾ നിതിൻ കോ ബഡേ മാമാനെ ഇംഗ്രേജി സ്കൂൾ മേ ഡാൽ രഖാ താ. നിതിനെ മൂത്ത മാമൻ ഇംഗ്ലീഷ് സ്കൂളിൽ ആക്കിയിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്കൂൾ മെഹങ്കി നഹി ഥീ. ആ സ്കൂൾ അത്ര അങ്ങോട്ട് കോസ്റ്റ്ലി ഒന്നും ആയിരുന്നില്ല, ഒരുപാട് ഫീസൊന്നും ഉള്ള സ്കൂളായിരുന്നില്ല. ഹാ ഇംഗ്രേജിക്ക് ട്യൂഷൻ ജറൂർ മഹങ്കി ഥീ. പക്ഷേ അവനെ ഇംഗ്ലീഷിന് ട്യൂഷൻ ആക്കിയിരുന്നു. അവിടെ ട്യൂഷന് വേണ്ടിയിട്ട് മഹങ്കി ഥീ, കുറച്ച് പൈസ ചിലവാക്കേണ്ടി വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, മൂത്ത കുട്ടിയായ സക്കൂബായിയെ വീട്ടുജോലിക്ക് വിട്ടിട്ടാണ് ഇളയ കുട്ടിയായ നിതിനെ പഠിക്കാനായി അയക്കുന്നത്. അതും ഇംഗ്ലീഷിനൊക്കെ ട്യൂഷനോട് കൂടിയാണ് അവൻ പഠിക്കുന്നത്. അതിനുവേണ്ടി അവന് പണം ഉണ്ടാക്കുന്നത് ഈ മൂത്ത കുട്ടിയായ സക്കൂബായിയും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ എത്രത്തോളം പെൺകുട്ടികൾ അവഗണിക്കപ്പെട്ടിരുന്നു എന്നാണ്. അത് അവഗണിക്കപ്പെട്ടിരുന്നു എന്നല്ല, ഇന്നും പലയിടത്തും അത് നടക്കുന്നുമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പലയിടത്തും നടക്കുന്നൊരു കഥയാണിത്. പെൺകുട്ടി വീട്ടുജോലി ചെയ്യുകയും ആൺകുട്ടികൾ ഇതേപോലെ പുറത്തുപോയി അവരാഗ്രഹിക്കുന്ന രീതിയിൽ പഠിക്കുകയും ചെയ്യും. അപ്പോൾ സക്കൂബായിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും പഠിക്കാൻ വിട്ടില്ല. പകരം ഒരു അടിയാണ് അമ്മ കൊടുത്തത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ സഹിതമാണ് നിതിൻ പഠിക്കുന്നത്. മേ ആയിക്കോ ബോലി, ഞാൻ അമ്മയോട് പറഞ്ഞു, കായ്ക്കോ തൂ ഇംഗ്രേസി കർത്തി രഹത്തി ഹേ. ഏ ഇംഗ്രേസി ലോഗ് അപ്നെ വഹാ ക്യാ ഹമാരെ ഗാവ് കി ബോലി സിഖാത്തെ ഹേ. സക്കുൻ്റേതൊരു ന്യായമായ ചോദ്യമാണ്. അമ്മ എന്തിനാണ് ഈ ഇംഗ്ലീഷ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്, നിതിനെ പഠിപ്പിക്കുന്നത്? എന്താ ഇംഗ്ലീഷുകാർ നമ്മുടെ ഭാഷ അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നോ? സക്കു ചോദിക്കുകയാണ്. നമ്മൾ വിദേശി ഭാഷയായ ഇംഗ്ലീഷ് എന്തിനാണ് പഠിക്കുന്നത്? ആ വിദേശികളൊന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൊന്നും നമ്മുടെ ഭാഷ പഠിക്കുന്നില്ലല്ലോ എന്നാണ് സക്കു ചോദിക്കുന്നത്. ലേക്കിൻ കാം തോ ഹം ലോഗോं को बहुत करना ही पड़ता था. ഞങ്ങൾക്ക് ഒരുപാട് പണിയെടുക്കേണ്ടി വന്നിരുന്നു, ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വന്നിരുന്നു. ക്യോങ്കി മേ ബി അബ് ബഡി ഹോ ഗയി थी. ഞാനും അപ്പോഴേക്കും ഇത്തിരി വലുതായില്ലേ. അപ്പോൾ ഞാൻ വലുതാകുന്നതിനനുസരിച്ച് എന്നെ ഏൽപ്പിക്കുന്ന പണികളുടെ എണ്ണവും കൂടിക്കൂടി വന്നു. മേരാ ഭി ഖർച്ചാത, എനിക്കും ചിലവുകൾ ഉണ്ടായിരുന്നല്ലോ. ഖർച്ച എന്ന് പറഞ്ഞാൽ ചിലവ്, എനിക്കും ചിലവുകളും ഉണ്ടല്ലോ. മേ റായി ജ്യാദാ തോ നഹീ തോ 15 या 16 ഘറോ മേ. ഞാനും അമ്മയും മൊത്തം ഒരു 15-16 വീടുകളിൽ എന്ന് പറഞ്ഞ് റുക്തി ഹെ, ഒന്ന് നിർത്തിയിട്ട് പറയുന്നു. നഹി ഏ ജറാ ജ്യാദ ഹെ, അല്ലല്ല അത് കുറച്ച് കൂടുതലാണ്. 15-16 വീടുകളിലൊന്നും ഞങ്ങൾ ജോലി ചെയ്തിട്ടില്ല. 7-8 ഘറോ മേ കാം കർ ലേത്തെ थे. ഒരു 7-8 വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എക്സാഗറേറ്റ് ചെയ്ത ആളൊന്ന് പറഞ്ഞു, അതൊന്ന് പൊലിപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ സ്വയം തിരുത്തുകയാണ്. കാര്യം കേൾക്കുന്നവർ വിശ്വസിക്കില്ലെന്ന് സക്കുവിനറിയാം അല്ലേ. അപ്പോൾ ഞങ്ങളൊരു 15-16 വീടുകളിലാണ് ഒരു ദിവസം ജോലി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് തിരുത്തി പറയുന്നു. ഇല്ലില്ല, ഒരു 7-8 വീടുകളിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം ചെയ്തിരുന്ന പണികളാണ് ഈ പറയുന്നത്. അപ്പോൾ എന്താണ്, മെഷീൻ പോലെ പണിയെടുക്കുകയാണ്. ഒരു വീട് വിട്ട് അടുത്ത വീട്, അങ്ങനെ മാറി തിരിഞ്ഞ് 7-8 വീടുകളിൽ ദിവസവും ജോലി ചെയ്തിരുന്നു. സബ് മിലാക്കെ പഗാർ ഹി കോയി 6-7 ഹസാർ ഹോ ജാതാ था. അപ്പം അങ്ങനെ എല്ലാം കൂടി ചേർത്ത്, ഞാനും അമ്മയും കൂടി ജോലി ചെയ്യുന്നതൊക്കെ ചേർത്ത് മൊത്തം ഒരു ക്യാഷ് 6-7 ഹസാർ, ഒരു 6000-7000 രൂപയൊക്കെ ഞങ്ങൾക്ക് മാസം കിട്ടുമായിരുന്നു. 6,000 या 7,000 മിൽത്തെ थे. രണ്ടുപേരും കൂടെ പണിയെടുക്കുമ്പോൾ 6000-7000 രൂപയൊക്കെ കിട്ടുമായിരുന്നു. 2,500-3 हज़ार आई बाबा और वासंती के लिए गाँव में भेजी थी. 2,500-3 हज़ार എന്ന് പറഞ്ഞാൽ 3,500 ആണ്. 3 हज़ार 3000, 2,500-3 എന്ന് പറയുന്നത് 3.5. അപ്പോൾ 2,500-3 ഹസാർ എന്ന് പറഞ്ഞാൽ ഒരു 3,500 രൂപ അമ്മ ഗ്രാമത്തിലേക്ക് അയച്ചു കൊടുക്കും. അവിടെ ആരുണ്ട്? ബാബ ഉണ്ട്, അച്ഛനുണ്ട്, അനിയത്തി വാസന്തി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി 3,500 രൂപ അയച്ചു കൊടുക്കും. ബാക്കി മേ ഹമാരാ ഖാനാ പീനാ, ബാക്കിയുള്ളത് വെച്ചാണ് ഞങ്ങളുടെ ഭക്ഷണം, അതുപോലെ നിതിൻ കി പഠായി, നിതിൻ്റെ പഠിത്തം ഒക്കെ നടക്കേണ്ടിയിരുന്നത്. ബഡേ ബഡേ നാടക് ദേഖേ ഥേ രേ ബാബാ, ഞങ്ങൾ വലിയ വലിയ നാടകങ്ങൾ കണ്ടിരുന്നു. ലേക്കിൻ ഏക് ബാത് മുझे बहुत बुरी लगती है. ഈ വലിയ വലിയ നാടകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യമാണ്. ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു ചതി, വഞ്ചന, കള്ളത്തരം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പട്ടണത്തിലെ ആൾക്കാരുടെ ഉള്ളിലുള്ള ചതിയും വഞ്ചനയും കള്ളത്തരവും നാടകവും അഭിനയും റൂങ്ടാ സാഹബിനെ പോലെയൊക്കെയുള്ള, അതായത് ഫാമിലിയും വേറെ ഫാമിലിയൊക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന സുരേഖ റാണിയുടെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുന്നതും അവിടെ
കാണിക്കുന്ന പ്രേമ നാടകങ്ങളും അതൊക്കെയാണ് സക്കു പറയുന്നത്. അപ്പോൾ ഒരുപാട് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല 8 വീടുകളിലല്ലേ ഒരു ദിവസം ജോലി ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും പല അഭിനയങ്ങളും കണ്ടിട്ടുണ്ട്. ലേക്കിൻ ഏക്ക് ബാത്ത് മുझे बहुत बुरी लगती है. പക്ഷെ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മോശം തോന്നിയിട്ടുണ്ട്. അതായത് ബോംബെയിലെ ആൾക്കാർ ഒരുപാട് നാടകം കാട്ടുന്ന ആൾക്കാരാണ്, ഭയങ്കര സൂത്രക്കാരും കണ്ണിങ്ങും ഒക്കെയാണ്. എന്നാലും ഒരു കാര്യം എനിക്ക് കാണുമ്പോൾ വല്ലാതെ തോന്നിയിട്ടുണ്ട്, മോശമായി തോന്നിയിട്ടുണ്ട്. ഇതോ ബോംബെക്ക് ബാഹർക്കെ ലോക് യഹാ ആത്തെ ഹൈ. ബോംബെക്ക് പുറത്തുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ, അതായത് ബോംബെയിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും അവിടെ വരുമ്പോൾ ഹംകോ ബഹുത് ഘട്ടിയ സമജ്തേ ഹൈ, ഞങ്ങളെ ഭയങ്കര മോശക്കാരായിട്ടാണ് കാണുക. ബോംബെയിൽ ഓൾറെഡി താമസിക്കുന്നവരെ പുറത്തുനിന്ന് വരുന്നവർ വളരെ മോശക്കാരായിട്ടാണ് കാണുക. ഘട്ടിയ സമജ്തേ ഹൈ, ഞങ്ങളെ വളരെ മോശക്കാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ സക്കു ഒക്കെ ഇപ്പം ബോംബെയുടെ ഭാഗമായി കഴിഞ്ഞു. ഒരു 2-3 വർഷം കൊണ്ടൊക്കെ നമ്മളൊരു നാട്ടിൽ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ നാടിൻ്റെ ഭാഗമായി മാറുമല്ലോ. അപ്പോൾ സക്കു അമ്മയും ഒക്കെ വാസ്തവത്തിൽ മുംബൈക്കാരല്ല, ഗ്രാമത്തിൽ നിന്ന് വന്നവരാണെങ്കിലും 2-3 വർഷം കൊണ്ട് അവരവിടവുമായിട്ട് പൊരുത്തപ്പെട്ടു, ബോംബെക്കാരായി മാറി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പുറത്തുനിന്ന് പിന്നീട് ആരെങ്കിലും വരുന്ന സമയത്ത് ഈ ലോകോങ്കോ ഘട്ടിയ മാനത്തെ ഹേ, പുറത്തുനിന്ന് വരുന്നവർ ബോംബെയിലുള്ളവരെ, സക്കുവിനെയൊക്കെ ഉൾപ്പെടെ ഉള്ളവരെ കുറ്റം പറയും. ഘാട്ടി ഘാട്ടി കഹക്കർ പുകാർത്തെ ഹേ ഓർ കഹത്തെ ഹേ. ലോക്കൽസ് എന്നുള്ള അർത്ഥത്തിലാണ് ഘാട്ടി. എന്തോ ലോക്കൽസ് ആണ് ഇവർ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറയും, ബംബൈ തുംജി ഭാണ്ടി കിസോ ആംജി. നിങ്ങളുടെ മറാത്തിയാണ് കേട്ടോ. ബംബൈ തുംജി ഭാണ്ടി ഘിസോ ആംജി, നിങ്ങളുടെ ബോംബെ എന്തോരം വൃത്തിയിട്ട സ്ഥലമാണ് എന്നാണ് ഈ പുറത്തുനിന്ന് വരുന്നവർ ബോംബെയെക്കുറിച്ച് പറയുന്നത്. ബംബൈ തുംജി ഭാണ്ടി ഘിസോ ആംജി. അപ്പോൾ ഹിന്ദി അല്ലാതെ മറാത്തിയാണ്. और कहते हैं ബംബൈ तो ऐसी है वैसी है, നിങ്ങളുടെ ബോംബെ കൊള്ളത്തില്ല, ബോംബെ ഇങ്ങനത്തെ സ്ഥലമാണ്, അങ്ങനത്തെ സ്ഥലമാണ്, വളരെ മോശം സ്ഥലമാണ് എന്നൊക്കെയാണ് ഈ പുറത്തുനിന്ന് വരുന്ന ഒരു ബോംബെയെക്കുറിച്ച് പറയുന്നത്. യഹാങ്കെ ലോക് ബഡേ സ്വാർത്ഥി ഹേ, ബോംബെയിലുള്ളവർ ഭയങ്കര സ്വാർത്ഥരാണ്. ഗന്ദഗി ഹേ, ഇവിടെയൊക്കെ എന്തൊരു വൃത്തികേടാണ്. ഗർദി ഹേ, പൊടിയാണ്, അഴുക്കാണ്. ബോംബെ സ്ഥലവും കൊള്ളത്തില്ല, ആൾക്കാരും കൊള്ളത്തില്ല, എന്തോരം മോശമാണ് പുറത്തുനിന്ന് വരുന്ന ഒരു ബോംബെയിലുള്ളവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ബോംബെ ഇഷ്ടപ്പെടാറില്ല എന്നാണ് സക്കു പറയുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാം കൂടിയിട്ട് ലാസ്റ്റ് സക്കു പറയുന്നു, तो क्या बॉम्बे ने तुम्हें खत लिखकर बुलाया था क्या कि आओ यहाँ आकर रहो. ഈ മുംബൈ നിങ്ങളെ ആരെയും കത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ പറഞ്ഞിട്ട്, നിങ്ങളൊക്കെ സ്വയം ഇങ്ങോട്ട് കയറി വന്നതല്ലേ എന്നാണ് സക്കു ചോദിക്കുന്നത്. അതായത് എന്തിനാണ് ഒരു നാട്ടിൽ വന്നിട്ട് അവിടെ ഉള്ളവരെ കുറ്റം പറയുന്നത് എന്നാണ് ഈ പുറത്തുനിന്ന് വന്ന അവിടത്തുകാരെയും ആ നാടിനെയും പരിഹസിക്കുന്നവരെ കുറിച്ച് സക്കുവിന് പറയാനുള്ളത്. എന്താണ് സക്കു പറയുന്നത്? അപ്പോൾ ഈ ഒരു 2 ലൈൻ ഞാൻ അയച്ച ആ ട്രെയിലറിൽ സക്കു പറയുന്നത് നമുക്ക് കാണാം. നിങ്ങളുടെ കയ്യിൽ ട്രെയിലർ ഉണ്ടല്ലോ, അതൊന്നുകൂടെ പ്ലേ ചെയ്താൽ ഈ പറഞ്ഞ വരി അവിടെ കാണാം. तो क्या बम्बई ने तुम्हें खत लिखकर बुलाया था क्या कि आओ यहाँ आकर रहो. ഈ മുംബൈ നിങ്ങളെ കത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ ഇവിടെ വന്ന് താമസിക്കാൻ? ഇങ്ങോട്ട് തന്നെത്താനെ കയറി വന്നിട്ട് എന്തിനാണ് ഈ നാട്ടുകാരെ ഇങ്ങനെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ഈ നാടിനെ കുറ്റം പറയുന്നത് എന്നാണ് സക്കു ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും തൽക്കാലം നിർത്താം. ഓക്കെ.